എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 9 ശ്ലോകം 27 മുതൽ 33 വരെ 7 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ദേഹം ദുഃഖഹേതുവാണ് എന്നതാ ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകത്തിൽ കൂടെ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. ജിഹ്വൈഗതോമുപകർഷതി കർഹിതർഷ ശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ചിൽ ഘ്രാണോന്യതശ്ചപലദൃക് ക്വച കർമ്മശക്തി ബഹ്വ്യഃ സപത്നൈവ ഗേഹപതിം ലുനന്തി. ഈ ദേഹമുള്ളപ്പോ നല്ല സുഖാണല്ലോ. പലവിധ വിഷയസുഖങ്ങള് അനുഭവിക്കുന്നതിന് സാധിക്കാത്ത ചില ദരിദ്രന്മാര് വെറുതെ ഈ ജന്മത്തെ ഇങ്ങനെ നിന്ദിക്കുകയാണ്. ഇത്ര സുഖം വേറൊന്നും ഇല്ല എന്ന് വിചാരിക്കണ ദുർലഭം ചിലരെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. അവരൊക്കെ ഈ സംഗതികൾ പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. ഓരോരോ ഇന്ദ്രിയം ഓരോരോ ഭാര്യമാരെ പോലെയാണ്. ഈ ദേഹം ഒരു വീടാണെന്ന് വിചാരിക്കും. അതില് താമസിക്കുന്ന ജീവൻ വീടിന്റെ ഉടമസ്ഥനായ ഗൃഹസ്ഥാശ്രമി. ഇന്ദ്രിയങ്ങളും അവയെ തൃപ്തിപ്പെടുത്തണമെന്ന് അപ്പപ്പോൾ തോന്നുന്ന മനോവൃത്തികളും ഈ ജീവനാവുന്ന ഗൃഹസ്ഥന്റെ ഭാര്യമാര്. ഇവരെല്ലാവരും ഒരേ സമയത്ത് ഭിന്ന വസ്തുക്കൾ ആവശ്യപ്പെടും. ജിഹ്വയാകുന്ന ഒരു ഭാര്യ രസമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യപ്പെടും. അത് സമ്പാദിക്കാനായി ശ്രമിക്കുന്ന സമയത്ത് ദാഹമാകുന്ന മറ്റൊരു ഭാര്യ ശുദ്ധജലം ഇപ്പൊ തന്നെ തരണമെന്ന് നിർബന്ധിക്കും. ഉടനെ ശിശ്നം എന്ന ഇന്ദ്രിയമാകുന്ന മഹാസമർത്ഥയായ വേറൊരുത്തി വിഷയസുഖത്തെ ഇപ്പോൾ തന്നു തൃപ്തിപ്പെടുത്തണം എന്നാകും. അതിന്മധ്യേ എപ്പോഴും പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെവിയാകുന്ന വേറൊരുത്തി വിശേഷ സംഗീതാദികൾ കേൾപ്പിക്കണം എന്നാവശ്യപ്പെടും. ചന്ദനാദി സുഖവസ്തുക്കൾ സ്പർശേന്ദ്രിയവും, ശ്രേഷ്ഠ ഭക്ഷണം വയറും, നല്ല മണമുള്ള വസ്തുക്കൾ മൂക്കും, സുന്ദര വസ്തുക്കൾ കണ്ട് ആനന്ദിക്കണമെന്ന് കണ്ണുകളും ആഗ്രഹിക്കും. പ്രാരബ്ധ കർമ്മത്തിന്റെ ശക്തിയാകുന്ന പട്ടമഹിഷി ഇവരാരെയും അനുസരിക്കാൻ സമ്മതിക്കാതെ അവൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു കാര്യത്തിലേക്കായി പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അഹോ കഷ്ടം! ഇന്ദ്രിയങ്ങളാകുന്ന ബഹുഭാര്യമാരുടെ ദാസനായിരിക്കുന്ന ജീവനാകുന്ന ഗൃഹസ്ഥന്റെ കഷ്ടാവസ്ഥ ആലോചിക്കുന്നവർക്കുകൂടി വളരെ സങ്കടം തോന്നും. ഇങ്ങനെ നിരന്തരം സങ്കടം അനുഭവിക്കാൻ കാരണം ഇന്ദ്രിയങ്ങളെ ജയിക്കാതിരിക്കുന്നത് തന്നെ. അതിനാൽ ദേഹാഭിമാനത്തെ കഴിയുന്ന വേഗത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും ഉപേക്ഷിക്കണം. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്ത്യാ വൃക്ഷാൻ സരീസൃപപശൂൻ ഖഗദംശമത്സ്യാൻ തൈസ്തൈ അതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. എന്നാൽ ദുഃഖഹേതു ആണെങ്കിലും ആ സകല ദുഃഖങ്ങളുടെയും ആത്യന്തിക നാശത്തെ വരുത്താനും ഈ ദേഹം ഉപകരിക്കുന്നതിനാൽ ഈ ദേഹത്തെ വളരെ ആദരിക്കണം. ഇത്ര ശ്രേഷ്ഠമായ ഒരു ജന്മം സിദ്ധിക്കാൻ വളരെ പ്രയാസമുണ്ട്. കിട്ടിയാൽ ഈശ്വരനെ പൂജിക്കാനായി ഈ ദേഹത്തെ ഉപയോഗിക്കുന്നതല്ലാതെ നിസാര വിഷയാശകൾക്ക് അടിമപ്പെടുത്തരുത് എന്ന് മനുഷ്യജന്മ വിശേഷത്തെ അനുഭവിച്ചറിഞ്ഞ മഹർഷി മഹാകരുണശാലി സഹജീവികളോട് ഉപദേശിക്കുന്നു. മനുഷ്യജീവികളൊക്കെ ആ ജന്മവിശേഷത്തെ അറിഞ്ഞവരല്ലേ. മഹാന്മാർക്ക് എന്താ വിശേഷം എന്നൊന്നും ശങ്കിക്കരുത്. ഒരേ സാധനം പലരുടെയും സ്വാധീനത്തിലുണ്ടെങ്കിലും ബുദ്ധിവിശേഷം പോലെ അത് ഉപയോഗിക്കാം. ഇരുമ്പ്, വിദ്യുത് ശക്തി എന്നിങ്ങനെയുള്ള പൊതുവായ സാധനങ്ങൾ കൊണ്ട് ചിലർ ചെയ്യുന്ന അതിശയങ്ങള് മറ്റു ചിലർ കണ്ട് സംഭ്രമിക്കാനല്ലാതെ ഈ മാതിരി ഉപയോഗം ഉണ്ടാക്കി തീർക്കാൻ സാധാരണക്കാർക്ക് കഴിയണില്ല. അപ്പോ ശാസ്ത്രം അറിയുന്ന ആളുകളുടെ സഹായം കൊണ്ട് മാത്രമേ ഭൂതങ്ങളുടെ പരമശക്തിയെ അറിയാൻ കഴിയുള്ളൂ എന്നതിന് പരിഷ്കൃത ലോകത്തിൽ ഉദാഹരണം ആവശ്യമില്ല. അതിനാൽ എല്ലാ മനുഷ്യരും മനുഷ്യജന്മത്തിന്റെ മഹിമ അറിഞ്ഞവരല്ല. മൃഗാദി ദേഹത്തിൽ ഇരുന്നപ്പോഴും അറിഞ്ഞ ചില വിഷയധർമ്മങ്ങൾ അറിയുന്നത് കൊണ്ടും സമ്പാദിക്കുന്നത് കൊണ്ടും
മനുഷ്യജന്മത്തെ പ്രയോജനപ്പെടുത്തി എന്ന് വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മഹാന്മാർ ഇങ്ങനെ പറയുന്നത്, സൃഷ്ട്യാദി ലീലകൾ നടത്തുന്ന ഭഗവാൻ സ്വാംശഭൂതന്മാരായ ജീവന്മാർക്ക് ഇരിക്കാൻ സ്വശക്തിയാൽ ജീവകർമാനുസരണം വളരെ വീടുകൾ ഉണ്ടാക്കി. മരങ്ങള്, പാമ്പുകള്, പക്ഷികള്, ഈച്ചകള്, മത്സ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അനേക ദേഹങ്ങളാകുന്ന ഭവനങ്ങൾ സൃഷ്ടിച്ചിട്ടും സന്തോഷം ഉണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ ആ ദേഹങ്ങളിലിരിക്കുന്ന സ്വാംശഭൂതന്മാർക്ക് തന്റെ മഹാമഹിമ അറിഞ്ഞ് ആനന്ദിക്കാൻ ശക്തിയില്ലാതായിട്ട് കണ്ടു. എങ്കിലും അവരുടെ കർമ്മം അതിക്രമിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ ആ വക ദേഹങ്ങൾ അവർക്ക് നൽകി. അങ്ങനെ ഓരോ ദേഹത്തെ സൃഷ്ടിച്ചിട്ടും തൃപ്തി വരാതെ ഒടുവിൽ മനുഷ്യ ശരീരം സൃഷ്ടിച്ചു. അപ്പോഴാണ് വളരെ സന്തോഷായി. ഈ വിലയേറിയ ഉപാധിയിലിരിക്കുന്ന തന്റെ അംശമായ ജീവന് തന്റെ അനിർവചനീയ മഹിമ അറിഞ്ഞ് തന്നോട് ചേർന്നിരിക്കാൻ കഴിയും. അതുകൊണ്ട് സർവത്ര വസിച്ചും ഒന്നിനോടും ചേരാതെയും എല്ലാം ചെയ്തും ഒന്നും ചെയ്യാതെയും ഇരിക്കുന്ന ബ്രഹ്മമായ തന്നെ അറിയാൻ ഉചിതമായ മനുഷ്യദേഹം സൃഷ്ടികർത്താവിന്റെ മഹാകാരുണ്യത്തെയും ജീവാത്മാക്കളുടെ പുണ്യവിശേഷത്തെയും വെളിപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് തീർച്ചപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: താഭ്യോ ഗാമാനയത്ത അബ്രുവൻ നവൈ നോയമലമിതി. ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങളുടെ അധിപന്മാരായ ദേവന്മാർക്ക് ഇരിക്കാനുള്ള ഭവനമായിട്ട് പശു, കുതിര മുതലായ മൃഗങ്ങളെ ഉണ്ടാക്കിയിട്ട് ഇവയുടെ ചക്ഷുരാദി സ്ഥാനങ്ങളിൽ വസിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവര് അതിലിരുന്ന ശേഷം ഞങ്ങൾക്ക് ഈ സ്ഥാനം പോരാ എന്ന് പറഞ്ഞു. താഭ്യ പുരുഷമാനയൽ താ അബ്രുവൻ സുകൃതം ബദ ഇതിച്ച. പിന്നെ അവർക്ക് അവസാനം മനുഷ്യ ശരീരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോ അവര് വളരെ നന്നായി, ബഹു സന്തോഷായി എന്നും പറഞ്ഞു. ഇങ്ങനെ സകല ശരീരങ്ങളിലും വെച്ച് അതിശ്രേഷ്ഠമാണ് മനുഷ്യ ശരീരം. ഇതിൽ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിക്കുള്ളൂ. എല്ലാ ശരീരങ്ങളിലുമുള്ള നേത്രാദി ഇന്ദ്രിയങ്ങളിൽ സൂര്യാദി ദേവന്മാർ തന്നെ അധിഷ്ഠാന ദേവതകൾ എങ്കിലും ഉപാധി നയിച്ച നിമിത്തം പരമാത്മ സാക്ഷാത്കാരത്തിന് ഉപകരിക്കാത്തതിനാൽ ആ ദേവതകൾ സന്തോഷിച്ചില്ല. മനുഷ്യ ശരീരത്തിൽ ആണ് അവർക്ക് സന്തോഷം ഉണ്ടായത്. മനുഷ്യ ശരീരം ലഭിച്ചപ്പോൾ വളരെ സന്തോഷായിരുന്നു. ലബ്ധ്വാ സുദുർലഭമിദം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥദം അനിത്യമവീഹധീര തൂർണം യദേതന പതേദനുമൃത്യുയാവൻ നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാൽ. അതിനാൽ ഏറ്റവും ദുർലഭമായും പക്ഷ്യാദി പല ജന്മങ്ങളും എടുത്തു കഴിഞ്ഞ ശേഷം വിശേഷത്താൽ പരമപുരുഷാർത്ഥമായ മോക്ഷം പ്രാപിക്കാൻ തക്ക വിശേഷ യോഗ്യതയുടെ ആസ്പദമായിരിക്കുന്ന ഈ ദേഹം നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. എപ്പോൾ നശിക്കും, എത്ര കാലം നിലനിൽക്കും എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത വിധത്തിലെ ക്ഷണം തോറും കുറേശ്ശെ നശിച്ചുകൊണ്ടും ഇരിക്കുന്നു. എത്ര കാലം നശിക്കാതെ സ്വാധീനത്തിലിരിക്കുന്നുവോ ആ സമയത്തിനുള്ളിൽ അതിജാഗ്രതയോടെ ഒരു നിമിഷവും മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി ചിലവ് ചെയ്യാതെ പരമാനന്ദ സ്വരൂപമായ പരമശ്രേയസ്സിനെ, ആത്യന്തിക ദുഃഖനിവൃത്തിയെയും പരമാനന്ദത്തെയും പ്രാപിക്കാനായിക്കൊണ്ട് ശ്രമിക്കണം. വിഷയസുഖം എല്ലാ ശരീരത്തിലും സിദ്ധിക്കുമല്ലോ. ക്ഷണികങ്ങളായ ആ വക സുഖങ്ങള് മേൽക്കുമേൽ ദുഃഖത്തെ അല്ലാതെ, ദുഃഖലേശ സ്പർശമില്ലാതെ നിജസ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ കാട്ടിത്തരുന്നില്ല. നിജരൂപമായ ആനന്ദം അനുഭവിച്ചറിയാനുള്ളതാണ് എന്നുറച്ച് വിഷയാശ ഉപേക്ഷിക്കാൻ ശക്തിയുണ്ടാവണം. അതാണ് ധീരലക്ഷണം. അതിനായിട്ട് ശ്രമിക്കൻ എന്ന് അവധൂത ബ്രാഹ്മണൻ യദുവിനെ ഉത്ബോധിപ്പിച്ചു. ഏവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാനാലോക ആത്മനി വിചരാമി മഹീമേതാം മുക്തസംഗോനഹംകൃതി. മേൽപ്പറഞ്ഞ രീതിയിൽ ഉപേക്ഷിക്കേണ്ടതിനെയും സ്വീകരിക്കേണ്ടതിനെയും പറ്റി സ്പഷ്ടമായി ഉപദേശിച്ച ശേഷം ആരോഗ്യവും ബുദ്ധിവിശേഷവും ഉണ്ടായിരുന്നിട്ടും ഒന്നും പ്രവർത്തിക്കാതെ അശക്തനെ പോലെ ഇരിക്കാൻ എന്താ കാരണം എന്നുള്ള യദുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാണ്. മേൽപ്പറഞ്ഞ ആലോചനകളാൽ ആഗ്രഹം തീരാതെ നശിക്കയാൽ ഇച്ഛാപൂർവകമായ പ്രവൃത്തി എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. തത്വചിന്തനം ചെയ്തതിന്റെ ഫലമായി ആത്മാവിൽ തന്നെ പ്രകാശിച്ചതായ ആത്മജ്ഞാനമായ വെളിച്ചം പുറപ്പെട്ടതിനാൽ ഇരുട്ടുള്ളപ്പോൾ മാത്രം സഞ്ചരിക്കുന്ന ആശാവിശാചിക എന്നെ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് ശരീരത്തിൽ കൂടി അഭിമാനം ഇല്ലാതെയായി. അതിനാൽ അഹംഭാവവും എന്നെ ഉപേക്ഷിച്ചു. തടവിൽ പിടിച്ചുവെച്ച ഭടന്മാരിൽ നിന്ന് അനുമതി സിദ്ധിക്കയാൽ ബന്ധനത്തിൽ നിന്ന് വേറിട്ടവനെ പോലെ എന്നെ പിടിച്ചു നിർത്തുന്ന ശത്രുക്കളൊക്കെ
ഓടിപ്പോയതിനാൽ ഞാൻ അസംഗതനായി സഞ്ചരിക്കുന്നു. നഖ്യേകസ്മാൽ ഗുരോർജ്ഞാനം സുസ്ഥിരം സ്യാൽ സുപുഷ്കലം ബ്രഹ്മേതദ്വിതീയം വൈ ഗീയതേ ബഹുധർഷിഭി. മന്ത്രപൂർവകം ബ്രഹ്മോപദേശം ചെയ്യുന്ന ഗുരു ഒന്നു മാത്രമേ ഉള്ളൂ. എങ്കിലും ആ മഹാത്മാവിൽ നിന്ന് സിദ്ധിച്ച ഉപദേശജ്ഞാനത്തെ ഇളക്കി തീർക്കുന്ന സംശയ വിപരീത ഭാവനകൾ അനേകം ഉണ്ടാവും. അവയൊക്കെ നശിപ്പിക്കാൻ പല തത്വങ്ങളും ചിന്തിക്കണം. ഓരോ പ്രാണികളുടെ വ്യാപാരങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഓരോ വിധത്തിൽ പരമാർത്ഥജ്ഞാനം സിദ്ധിക്കുന്നു. അതിനാൽ തന്നെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവരെയൊക്കെ ഗുരുഭൂതന്മാർ തന്നെ എന്ന് വിചാരിച്ച് അവരെ എല്ലാം ബഹുമാനിക്കണം. ഈ കാണപ്പെടുന്ന സർവത്തിലും വ്യാപിച്ചും നിറഞ്ഞും ഇരിക്കുന്ന വസ്തു ബ്രഹ്മമാകയാൽ അവയെല്ലാം ആചാര്യന്മാരാണെന്ന് വിചാരിക്കാവൂ. കരുണാനിധിയായ ഭഗവാൻ പ്രപഞ്ച സ്വരൂപനായിട്ട് പരിഭാഗം വന്നവർക്ക് തത്വം ഉപദേശിക്കുന്ന പരമഗുരുവായിട്ട് തന്നെ എല്ലാറ്റിലും വസിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിനാൽ ഏക ഗുരുവിൽ നിന്ന് സിദ്ധിച്ചതായ ജ്ഞാനം സ്ഥിരപ്പെടുത്തി പരിപൂർണമാക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല. അങ്ങനെ ചെയ്യണമെന്ന് സ്വപ്രവൃത്തിയെയും സ്വന്താവസ്ഥയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അവധൂതൻ യദുവിനോട് ഉപദേശിച്ചു. 24 ഗുരുക്കന്മാര് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും സൂക്ഷിച്ചു നോക്കിയാൽ ഗുരുക്കന്മാര് തന്നെയാണ്. ശ്രീ ഭഗവാൻ ഉവാച ഇത്യുക്താ സയദും വിപ്ര തമാമന്ത്രഗഭീരധീ വന്ദിതോ അഭ്യർത്ഥിതോ രാജ്ഞാ യയൗ പ്രീതോ യഥാഗതം. ഭഗവാൻ പറഞ്ഞു, ആ അവധൂത ബ്രാഹ്മണൻ, അതായത് ദത്താത്രേയ മഹർഷി, ആ യദു മഹാരാജാവിനോട് മേൽ ഉപദേശിച്ചു. മഹാഭാഗ്യവാനായ ആ യദുപതി അഗാധ ബുദ്ധിമാനായ ആ മഹാനുഭാവനെ വന്ദിച്ചു, നമസ്കരിച്ചു. തന്റെ ഉപദേശത്താൽ പരിശുദ്ധ ഹൃദയനായ യദുവിനെ കണ്ട് സന്തോഷിച്ച ആ കരുണാനിധി വന്ന പോലെ തന്നെ പോവുകയും ചെയ്തു. സന്തോഷായി യദുവിന്റെ മാറ്റം കണ്ടിട്ട്. അങ്ങനെ ദത്താത്രേയ മഹർഷി തിരിച്ചുപോയി. അവധൂതവച ശ്രുത്വാ പൂർവേഷാം നസപൂർവജ സർവസംഗ വിനിർമുക്ത സമചിത്തോ ബഭൂവഃ. പരമഗുരുവിനെ ലഭിച്ചു, പരമപദവി പ്രാപിച്ച ആ ശ്രേഷ്ഠനായ രാജാവ് ഞങ്ങളുടെ പൂർവ്വപിതാമഹനാകുന്നു എന്ന് പറയാണ് ഭഗവാൻ. സകല സംഘവും ഉപേക്ഷിച്ച് സമചിത്തനായി ഭവിച്ച അദ്ദേഹത്തിന്റെ വൈഭവത്താൽ യദുകുലം എന്ന കീർത്തിക്ക് ഞങ്ങളുടെ വംശം ആസ്പദമായി എന്ന് പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണൻ കൂടി ജ്ഞാനികളെ കുറിച്ച് തനിക്കുള്ള ബഹുമാനത്തെയും സൂചിപ്പിച്ചു. 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഗുരുനാഥന്മാരെ 24 ഗുരുക്കന്മാരെ പറഞ്ഞല്ലോ. ഇതൊക്കെയാണ്: 1 കപോതം, 2 മത്സ്യം, 3 മാൻ, കുമാരി, ആന, പാമ്പ്, പാറ്റ, കുരരം, തേനീച്ച, തേനെടുക്കുന്നവൻ, പിങ്കള, പിന്നെ പൃഥിവ്യാദികളായ മറ്റ് 13 പേര്. ഇങ്ങനെ 3 അധ്യായങ്ങൾ കൊണ്ട് പൃഥിവ്യാദികളായ മറ്റ് 13 പേര് മേൽപ്പറഞ്ഞ സംഗതികളെയും ജ്ഞാനസ്വരൂപത്തെയും സൃഷ്ടി സ്വഭാവത്തെയും പറ്റി പഠിപ്പിക്കുന്നു. ഇങ്ങനെ 3 അധ്യായങ്ങൾ കൊണ്ട് ശരീരസഹിതം 25 ആചാര്യന്മാരെയും അവരിൽ നിന്ന് അഭ്യസിച്ചതിനെയും വിസ്തരിച്ചുകൊണ്ട് തത്വജ്ഞാനം അഭ്യസിക്കേണ്ടതും ബുദ്ധി ഉപയോഗിക്കേണ്ടതും സൂക്ഷ്മ നിരീക്ഷണം അധികരിപ്പിക്കേണ്ടതും ആയ മാർഗത്തെ അവധൂത ബ്രാഹ്മണൻ വർണ്ണിച്ചു. സൂക്ഷ്മാലോചനയുള്ളവർക്ക് മാത്രമേ ആത്മജ്ഞാനം ഉറയ്ക്കുള്ളൂ. സജ്ജന സംസർഗം അതിന് കാരണമാണ്. വൈരാഗ്യവും അത് നിമിത്തം മോക്ഷവും സജ്ജനങ്ങളോടുള്ള ചേർച്ച കൊണ്ട് എളുപ്പത്തിൽ സിദ്ധിക്കുമെന്ന് ഉദ്ധവനോട് ഭഗവാൻ ഉപദേശിച്ചു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ 9-മോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 9-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.